നിയമസഭാ തെരഞ്ഞെടുപ്പിന് എറണാകുളം ജില്ലയിൽ സമർപ്പിക്കപ്പെട്ട നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. ജില്ലയിലാകെ സമർപ്പിക്കപ്പെട്ട 120 പത്രികകളിൽ 90 അംഗീകരിക്കും, 27 തള്ളുകയും ചെയ്തു. പ്രധാന സ്ഥാനാർത്ഥികളുടെ പത്രികകൾ ഒന്നും തള്ളിയില്ല. ഡമ്മി സ്ഥാനാർത്ഥികളായി പത്രിക നൽകിയിട്ടവരുടെ അപേക്ഷയാണ് തള്ളപ്പെട്ടവയിൽ ഭൂരിഭാഗവും. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി കൂടി കഴിയുന്നതോടെ ജില്ലയിലെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുമുടൻ. മണ്ഡലങ്ങൾ തിരിച്ചുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ കളമശ്ശേരി, തൃപ്പൂണിത്തുറ എന്നീ മണ്ഡലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത്. 10 പേർ വീതമാണ് ഇവിടെ മത്സരരംഗത്തുള്ളത്. ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികളുള്ളത് ആലുവ, മൂവാറ്റുപുഴ എന്നീ മണ്ഡലങ്ങളിലാണ്. 4 പേർ വീതമാണ് ഇവിടെ മണ്ഡലങ്ങളിൽ ജനവിധി തേടുന്നത്. കോതമംഗലം, പറവൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലും പത്രികകൾ അംഗീകരിക്കപ്പെട്ടതോടെ മത്സരരംഗം സജീവമായിട്ടുണ്ട്. ജില്ലയിലെ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ള കളമശ്ശേരിയിൽ 10 പത്രികകൾ സ്വീകരിക്കുകയും 2 തള്ളുകയും ചെയ്തു. തൃപ്പൂണിത്തുറയിലും 10 പത്രികകളാണ് അംഗീകരിച്ചത്. ഇവിടെയും 2 പത്രികകൾ തള്ളി 8 പത്രികകൾ വീതം സ്വീകരിച്ച പറവൂർ, കോതമംഗലം മണ്ഡലങ്ങളിൽ യഥാക്രമം 1ഉം 2ഉം പത്രികകൾ തള്ളി. അങ്കമാലിയിൽ 7 പത്രികകൾ സ്വീകരിച്ചപ്പോൾ 3 തള്ളി. വൈപ്പിൻ, പിറവം മണ്ഡലങ്ങളിൽ 7 പത്രികകൾ വീതം അംഗീകരിച്ചു, 2 വീതം തള്ളുകയും ചെയ്തിട്ടുണ്ട്. മറ്റു മണ്ഡലങ്ങളായ പെരുമ്പാവൂരിൽ 6 പത്രികകൾ സ്വീകരിച്ചു, 1 തള്ളി. എറണാകുളം, കുന്നത്തുനാട് മണ്ഡലങ്ങളിൽ 6 പത്രികകൾ വീതം അംഗീകരിച്ചപ്പോൾ 2 വീതം പത്രികകളാണ് തള്ളിയത്. 5 പത്രികകൾ സ്വീകരിച്ച കൊച്ചിയിൽ 3 തള്ളി. ജില്ലയിൽ ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികളുള്ള ആലുവയിലും മൂവാറ്റുപുഴയിലും 4 പത്രികകൾ വീതം അംഗീകരിക്കുകയും ഓരോ പത്രികകൾ തള്ളുകയും ചെയ്തു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.